ഹലോ ഗേസ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമികയുടെ അച്ഛൻ വേണു വിളിക്കുകയാണ് കേട്ടോ ഗുണ്ടകളെ. എന്നിട്ട് പറയാണ് അവളെ എത്രയും പെട്ടെന്ന് കൊന്ന് കെട്ടി തൂക്കിയേക്കണം എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ഗുണ്ടയിൽ ഒരാളിങ്ങനെ ചിന്തിക്കുകയാണ്, അവളെനിക്കിട്ട് 4-5 തന്നാ അവൾക്കൊരു സൽക്കാരം ഒരുക്കിയിട്ട് എന്തായാലും അവളെ പറഞ്ഞയക്കാം എന്നിങ്ങനെ ചിന്തിക്കും കേട്ടോ. ഞാൻ രേവതിയോട് വേണു പറയും കേട്ടോ, എന്തായാലും ഇനി അവളുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അവളെ കെട്ടി തൂക്കാൻ വേണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നമാവോ വേണേട്ടാ എന്നിങ്ങനെ രേവതി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്ത് പ്രശ്നം? ഞാൻ ആദ്യമായിട്ടാണോ ഒരു കൊല ചെയ്യുന്നത്? അല്ലല്ലോ. നിലനിൽപ്പിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്താലാ? എന്തായാലും ഇതിപ്പം ഒരു ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അവളുടെ ചേച്ചീനെ പിടിച്ച് തള്ളിയെന്നും പറഞ്ഞല്ലേ അവൾ ഇത്ര വൈകാരികമായിട്ട് എൻ്റെ മോളെ അടിച്ചത്. അപ്പോഴത്തേക്കും അനാമിക പറയുകയാണ് കേട്ടോ, അതിനവൾക്ക് എന്തോ ക്ഷീണമുണ്ടെന്നും പറഞ്ഞായിരുന്നു. ഇനി വലിയമ്മയ്ക്ക് കരൾ കൊടുത്ത അവളാന്നും പറഞ്ഞ് പുതിയ നാടകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ആ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്. അവളെന്തായാലും അമ്മായിയമ്മ അവിടെ കിടന്നപ്പം പുള്ളിക്കാരി മരിച്ചു പോകണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുണ്ടാവുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന അനി ഇങ്ങനെ ഇരുന്ന് കവിതയൊക്കെ എഴുതുവാണ്. ആ സമയത്ത് പെട്ടെന്ന് ആദർശ് താഴോട്ട് വരും കേട്ടോ. എന്നിട്ട് പറയാണ്, എടാ ഇപ്പോൾ നയനെ വിളിച്ചിരുന്നു, നന്ദുവിനെ കാണുന്നില്ല എന്നാണ് പറഞ്ഞേ. കാണുന്നില്ലെന്നോ? എവിടെ പോകാനാ? അനാമിയുടെ വീട്ടുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് അവളുടെ അച്ഛനെ ഇനി എന്തെങ്കിലും ചെയ്തു കാണുമോ? എന്തായാലും ഞാൻ അവിടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാമെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് വേണ്ട, നയനെ എല്ലാവരെയും വിളിച്ചു, എവിടെയും ചെന്നിട്ടില്ല എന്നാണ് പറഞ്ഞേ. ഇനി അന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്നെ വീട്ടിൽ വഴക്ക് പറഞ്ഞിട്ട് അവൾ എവിടെയെങ്കിലും പോയി മാറിയിരിക്കുന്നതാണോ അറിയില്ല, നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇറങ്ങും കേട്ടോ. പോകുന്ന വഴിക്ക് അനി നന്ദുവിൻ്റെ സ്കൂട്ടർ കാണുവാണ്. അപ്പോൾ പറയുകയാണ്, ഇത് നന്ദുവിൻ്റെ സ്കൂട്ടറാ, നിർത്ത് എന്ന് പറഞ്ഞ് ഇറങ്ങി നോക്കുക കേട്ടോ. നോക്കുമ്പോൾ അതൊരു വീടിൻ്റെ സൈഡിലായിട്ടാണ് ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പെട്ടെന്ന് അവർ വീട്ടിൽ കയറി ചോദിക്കുകയാണ് കേട്ടോ CCTV ദൃശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ വീട്ടിലെ ആൾക്ക് മനസ്സിലാവുകയാണ് കേട്ടോ, മൂർത്തി ജ്വല്ലറിയുടെ MD ആദർശ് എന്നൊക്കെ മനസ്സിലായിട്ട് വിഷ്വൽസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വിഷ്വൽസൊക്കെ കാണുമ്പോഴത്തേക്കും ഇവർക്ക് മനസ്സിലാവുകയാണ് ഗുണ്ടകൾ നന്ദുവിനെ പിടിച്ചിട്ട് പോവാന്ന്. അവർ പിന്നെ ഇറങ്ങി തപ്പുവാണ് കേട്ടോ. വണ്ടി ഓടിച്ച് കുറേ സ്ഥലത്തെ കൂടെയൊക്കെ പോയി CCTV ഉള്ള കടകളുടെ ഫ്രണ്ടിൽ കൂടെയൊക്കെ ആ വണ്ടി പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുവാണ്. ആ സമയത്തൊക്കെ നയനെ വിളിക്കുന്നുണ്ട് കേട്ടോ ആദർശിനോട്. അപ്പം നമ്മുടെ അനി പറയുന്നുണ്ട്, ഇപ്പോൾ ഫോൺ എടുക്കേണ്ട ആദർശ് ചേട്ടാ, അല്ലെങ്കിൽ പ്രശ്നമാവും, അവരൊക്കെ ഇതറിഞ്ഞാൽ അവർക്ക് ഒരുപാട് വിഷമമാവും എന്നൊക്കെ പറയും കേട്ടോ. ആദർശ് ഫോൺ എടുക്കാതിരിക്കുമ്പോൾ നയനയ്ക്ക് ആകെ സങ്കടമാവുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും നയന ഇങ്ങനെ ഫോൺ എടുക്കുന്നില്ല ആദർശ് ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും കനക പറയാണ്, അവരെൻ്റെ മോളെ എന്തെങ്കിലും ചെയ്തോ അനാമികയുടെ വീട്ടുകാർ? എനിക്ക് നല്ല സംശയമുണ്ട് അവളെ എങ്ങനെ ഇങ്ങനെ ഉള്ള എടുത്തോളുള്ള വീട്ടിൽ ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. ആ സമയത്ത് നയൻ പറയാണ്, അത് നേരാ, അവളെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ഞാനന്ന് കാച്ചി വെച്ച പാലിൻ്റെ അകത്ത് അമ്മയുടെ ഉള്ളിൽ ചെന്ന വിഷം എന്തായാലും അതിന് കാരണം അവൾ തന്നെയായിരിക്കും, അതിലെനിക്കൊരു സംശയമില്ല. ആ സമയത്ത് നവേച്ചിയോട് അവർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, അതിനുവേണ്ടി കാണിച്ചു കൂട്ടിയതായിരിക്കും എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഗോവിന്ദൻ പറയാണ്, എങ്ങനെ എൻ്റെ മക്കൾ അവിടെ ജീവിക്കുമെന്ന് എനിക്കറിയത്തില്ല, എല്ലാം ദൈവം കാത്താൽ മതിയായിരുന്നു. ശബരിമലയ്ക്ക് പോയിട്ട് മാറ്റം ഉണ്ടാവുമെന്ന് ഓർത്തിട്ട് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ മോളെ എന്നോട് പറയുവാണ് കേട്ടോ കനക. ആ സമയത്ത് നയന പറയുന്നുണ്ട്, അവളെ എന്തായാലും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവളാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള മറുപടി കൊടുക്കും. പിന്നെ എല്ലാ സത്യങ്ങളും ആദർശേട്ടനറിയാം, എനിക്കും നല്ല സംശയമുണ്ട് ഇവളുടെ ഓരോരോ പ്രവൃത്തികൾ, അതുകൊണ്ട് പിടിച്ചു നിൽക്കണം, എങ്ങനെയും മുമ്പോട്ട് പോയാലേ പറ്റുള്ളൂ എന്നൊക്കെ പറയുക കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഗുണ്ടകളെയാണ്. അവരെ ഒന്ന് നന്ദുവിനെ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ എന്നെ കുറേ അടിച്ചല്ലേ, നിനക്കൊരു സൽക്കാരം തന്നിട്ട് നിന്നെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞ് അയാൾ എന്ന് നന്ദുവിന് ഉമ്മ വെക്കാൻ തുടങ്ങും കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ആദർശം അനിയും കൂടെ കയറി വരുവാണ്. ആദർശ് ചവിട്ടി ഇടുവാണ് കേട്ടോ അയാളെ. കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അവിടെ സ്റ്റണ്ട് നടക്കുവാണ്. സ്റ്റണ്ട് നടക്കുന്നതിനിടയ്ക്ക് അനി നന്ദുവിൻ്റെ മേത്തോട്ട് വീഴുന്നുണ്ട് കേട്ടോ മറിഞ്ഞ്. അപ്പോൾ അവർ പരസ്പരം ഇങ്ങനെ കുറച്ച് നേരം കണ്ണിൽ ഇങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ട്. അതിന് അടിയെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരവിടെ നിന്ന് നന്ദുവിനെയും കൂട്ടി ഇറങ്ങുവാണ് കേട്ടോ. അതേ സമയത്ത് അനാമികയും രേവതിയും വേണും കൂടെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവളെ കെട്ടി തൂക്കിയോന്ന് വിളിച്ച് ചോദിക്കാച്ചാ, എന്തായാലും ഇന്ന് പുറത്ത് പോയിട്ടൊന്ന് അടിച്ചു പൊളിക്കണം. അന്ന് അവളുടെ ചേച്ചീനെ പിടിച്ചൊന്നും തള്ളിയെന്ന് പറഞ്ഞ് എത്ര അടിയാണ് എനിക്കിട്ട് അടിച്ചത്, ആ വേദന ഇപ്പോഴും എനിക്കുണ്ട് എന്ന് പറയും കേട്ടോ. ആ സമയത്ത് വേണു പറയണേ, അതിനൊരു സംശയമില്ല മോളെ, കെട്ടി തൂക്കും. അവളെ പിടിച്ചുകൊണ്ട് പോയ ഫോട്ടോ ഒക്കെ അവരയച്ചു തന്നല്ലേ, പിന്നെ വേറെ എന്ത് സംശയം, ഇനി എന്ത് അത്ഭുതം നടക്കാനാ? എല്ലാം കഴിയുമ്പം മോൾക്ക് വീട്ടിൽ തിരിച്ച് സന്തോഷമായിട്ട് കയറിപ്പോവാം. അവളുമാരുടെ ചേച്ചിമാരെ അവിടെ നിന്ന് ഒഴിവാക്കണം. എനിക്ക് മനസ്സിലായിടത്തോളം ആ നവ്യ എന്ന് പറയുന്നവളെ അവിടുന്ന് പുറത്താക്കാൻ വലിയ പാടില്ല. അബി എന്ന് പറയുന്നവനൊന്ന് എരി കയറ്റി വിട്ടാൽ മതി, അവൻ തന്നെ എന്തെങ്കിലും കാരണം ഒപ്പിച്ച് അവളെ അവിടുന്ന് പുറത്താക്കിക്കോളും.
എന്തായാലും നിങ്ങൾ വാ, നമുക്ക് പുറത്തു പോകാമെന്ന് പറയും കേട്ടോ. പോകുന്ന വഴിക്ക് ഇവരിങ്ങനെ സംസാരിക്കുവാണ്. ആ സമയത്ത് ആ ഗുണ്ട വിളിക്കുവാണ് കേട്ടോ. വേണുവിനെ വിളിച്ചിട്ട് പറയുകയാണ്, സാറേ സാറ് പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടെന്ന് കള്ളം പറയുവാണ്, അവളെ കൊന്ന് കെട്ടിത്തൂക്കിയെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും വേണുവിന് ഭയങ്കര സന്തോഷമാവുകയാണ്. വേണു പറയുന്നുണ്ട്, ഓ ശരി, കൊന്നോ, അതെന്തായാലും നന്നായി. എന്തായാലും ബാക്കി കാശ് സാറ് പെട്ടെന്ന് ഇടുക എന്ന് പറയും കേട്ടോ. അപ്പോൾ അയാളുടെ ചില വെപ്രാളവും ടെൻഷനൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വേണുവിനൊരു സംശയം തോന്നിയിട്ട് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താ നിനക്കൊരു വെപ്രാളം, എന്തോ ഒരു ടെൻഷനുള്ള പോലെയെന്ന് ചോദിക്കും കേട്ടോ. ആ സമയത്ത് കൊണ്ട് പറയുന്നുണ്ട്, ടെൻഷനൊന്നുമല്ല സാറേ, അവളെ കൊന്നു കെട്ടി തൂക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റണ്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ക്ഷീണം, അതുകൊണ്ടാണെന്ന് പറയും കേട്ടോ. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും വേണു വിശ്വസിക്കുവാണ്. എന്നിട്ട് ബാക്കി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രേവതി ചോദിക്കുന്നുണ്ട്, ഇത് കുഴപ്പമാവുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അനാമിക പറയുന്നുണ്ട്, കുഴപ്പമായാലും വേണ്ടിയല്ല, എന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല, അവൾ ചത്തല്ലോ, അത്രയും മതി എന്നിങ്ങനെ പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് രേവതി പറയാണ്, അതല്ല ഈ ഫോൺ നമ്പറൊക്കെ ട്രേസ് ചെയ്ത് വരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും വേണു പറയാണ്, എൻ്റെ മരിച്ചുപോയ ചേട്ടൻ്റെ ID കാർഡ് കൊടുത്തെടുത്ത ഫോൺ നമ്പറാണ് അതെന്തായാലും അതിൽ നിന്ന് എനിക്ക് കോഡ് വന്നാലും തിരിച്ച് ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ആവത്തില്ല. പിന്നെ മോക്ക വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കണല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമായിരിക്കുമല്ല. ബാക്കി എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം, സംശയത്തിൻ്റെ നിഴൽ നമ്മുടെ നേർക്കുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും ഓർത്ത് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, തെളിവുകളെല്ലാം നശിപ്പിച്ച് തന്നെയാണ് ഞാൻ ഓരോന്ന് ചെയ്തേക്കുന്നതെന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒരു കോള് വരുവാണ്. അപ്പോഴത്തേക്കും നന്ദു ചോദിക്കും, ആരാന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശേട്ടനാ, അത്യാവശ്യമായിട്ട് ഏട്ടൻ കമ്പനിയുടെ ഒരു മീറ്റിങ്ങിന് പോകാനിരുന്ന സമയത്താണ് നിന്നെ പിടിച്ചുകൊണ്ട് പോയത്, നിന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞ് നയനേച്ചി വിളിച്ചത്, അതുകൊണ്ട് ഏട്ടനിപ്പോൾ ആ മീറ്റിങ്ങിന് പോയേക്കോ, പെട്ടെന്ന് വരാം, നമ്മളോട് ഇവിടെ ഇരുന്നോളാനാണ് പറഞ്ഞത് എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോൾ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, നല്ലപോലെ വിശക്കുന്നുണ്ടല്ലേ, ഒന്നും കഴിച്ചു കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ മേടിച്ച് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുവാണ്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും സംശയം അനാമികയാണ് തന്നെയാണ്, എൻ്റെ ചേച്ചിയെ തൊടുന്നോണം വരെ എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ലായിരുന്നു, പക്ഷേ ഇപ്പം എൻ്റെ മനസ്സിൽ ഫുള്ള് വെറുപ്പാണ്, അവർക്ക് എന്തായാലും ആ ദേഷ്യം കാണാതിരിക്കുമല്ലോ അവളെ അടിച്ചേനെ, അവളുടെ അച്ഛൻ വീട്ടിൽ വന്ന് വെല്ലുവിളിക്കുകയും ചെയ്തതല്ലേ എന്ന് പറയും കേട്ടോ. ആ സമയത്ത് വേണു അനാമിക രേവതിയും കൂടി ഇങ്ങനെ പോകാൻ നേരത്ത് വേണു വണ്ടി നിർത്തിയിരിക്കും, അത് അനിയല്ലേ, കൂടിയിരിക്കുന്ന നന്ദു ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരും ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും പറയുകയാണ്, അവളെ തട്ടിക്കൊണ്ട് പോയതാണല്ലോ, കൊന്നു പറയുകയും ചെയ്തു. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അനാമികരാണ്, അച്ഛൻ്റെ പ്ലാൻ ഈ തവണയും പൊളിഞ്ഞു പോയി, അല്ലാതെ വേറെ എന്ത് സംഭവിക്കാനാ. അതേ സമയത്ത് രേവതിയും പറയുന്നുണ്ട്, അത് നേരാ, രാത്രിയിലാണെങ്കിൽ അവളുടെ പ്രേതമാണെന്നേലും ഓർക്കാം, ഇപ്പം അവൻ്റെ കൂടെ രാവിലെ അവിടെ ഇരുന്ന് പട്ടാപ്പകൽ ഫുഡ് കഴിക്കുന്ന പ്രേതമൊന്നും ആയിരിക്കുമല്ലോ എന്ന് പറയും കേട്ടോ. അങ്ങനെ പ്ലാനെല്ലാം തകർന്നു പോയ നിരാശയിൽ ഇരിക്കുവാണ് കേട്ടോ അനാമിക. എന്നിട്ട് ഗുണ്ടകളെ വിളിക്കുമ്പോൾ ഫോണും എടുക്കുന്നില്ല. അങ്ങനെ അവരാകെ വിഷമിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്.